നമസ്കാരം. പ്രധാന വാർത്തകൾ. ഉരുളെടുത്ത ഇടങ്ങളിൽ ഇന്ന് പ്രധാനമന്ത്രി എത്തും. പാക്കേജ് ആവശ്യപ്പെടാൻ സംസ്ഥാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിക്കും. രാവിലെ 11:30 കണ്ണൂർ വിമാനത്താവളത്തിലിറങ്ങുന്ന പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രിയും ഗവർണറും സ്വീകരിക്കും. ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് തിരിക്കുന്ന നരേന്ദ്രമോദി ദുരന്തബാധിത പ്രദേശങ്ങൾ ഹെലികോപ്റ്ററിൽ ഇരുന്ന് കാണും. ശേഷം കൽപ്പറ്റയിലെത്തുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗവും ചൂരൽമലയിലെത്തും. ബെയിലി പാലത്തിലൂടെ നടന്നു പോകുന്ന പ്രധാനമന്ത്രി വിവിധ രക്ഷാസേനകളെ അഭിനന്ദിക്കും. ചികിത്സയിൽ കഴിയുന്നവരെയും ക്യാമ്പുകളിലുള്ളവരെയും അദ്ദേഹം കാണും. ഇതിനുശേഷമാകും കളക്ട്രേറ്റിലെ അവലോകന യോഗം. ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് 2000 കോടിയുടെ പ്രത്യേക പാക്കേജ് കേന്ദ്രത്തോട് ആവശ്യപ്പെടാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. നരേന്ദ്രമോദിക്ക് ഒപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉണ്ടാകും. പാരീസ് ഒളിമ്പിക്സ്. അമൻ സെഹ്വാറാവിത്തിന് വെങ്കലം. പാരീസ് ഒളിമ്പിക്സ് പുരുഷ വിഭാഗം 57 കിലോഗ്രാം ഗുസ്തിയിൽ ഇന്ത്യൻ താരം അമൻ സെഹ്റാവത്തിന് വെങ്കലം. വെങ്കല പോരാട്ടത്തിൽ പോർട്ടോറിക്കോയുടെ ഡാരിയൻ ക്രൂസിനെ കീഴടക്കിയാണ് അമൻ ഇന്ത്യക്ക് 6ാം മെഡൽ സമ്മാനിച്ചത്. പാരീസിൽ ഇന്ത്യ ഗുസ്തി സംഘത്തിലെ ഏക പുരുഷ താരമായിരുന്നു അമൻ. ഇതോടെ ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക്സ് മെഡൽ ജേതാവാണ് അമൻ. ജൂലൈ 16-ന് അമന് 21 വയസ്സ് പൂർത്തിയായി. PV സിന്ധുവിനെ മറികടന്നാണ് അമൻ ഈ നേട്ടം കൈവരിച്ചത്. തിരുവനന്തപുരത്ത് വെട്ടേറ്റ കൊലക്കേസ് പ്രതി മരിച്ചു. ജയിലിൽ നിന്നിറങ്ങിയത് 2 ദിവസം മുമ്പ്. തിരുവനന്തപുരം പൗടിക്കോണത്ത് വെട്ടേറ്റ കൊലക്കേസ് പ്രതി മരിച്ചു. രക്തം വാർന്ന് ഗുരുതരാവസ്ഥയിലായ കുറ്റ്യാണി സ്വദേശി ജോയി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് പുലർച്ചെ 2 മണിയോടെ മരിച്ചത്. സംഭവത്തിൽ പ്രതികളെ ആരെയും പിടികൂടിയിട്ടില്ല. നീലക്കാറിലെത്തിയ 3 അംഗ അക്രമി സംഘത്തിനായി പോലീസ് തെരച്ചിൽ തുടരുകയാണ്. കാപ്പ കേസിൽ ജയിൽവാസം കഴിഞ്ഞ് 2 ദിവസം മുമ്പാണ് ജോയ് പുറത്തിറങ്ങിയത്. ഓട്ടോറിക്ഷയിലെത്തിയ ജോയിയെ കാറിലെത്തിയ സംഘം സൊസൈറ്റി ജംഗ്ഷനിൽ വെച്ച് വെട്ടുകയായിരുന്നു. 2 കാലിനും ഗുരുതരമായി പരിക്കേറ്റ ജോയിയെ പോലീസാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെട്ടേറ്റ് അരമണിക്കൂറിലധികം റോഡിൽ രക്തത്തിൽ കുളിച്ചു കിടന്ന ജോയിയെ ഒടുവിൽ പോലീസ് ജീപ്പിൽ ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. അക്രമി സംഘത്തെ തിരിച്ചറിഞ്ഞതായി പോലീസ് അറിയിച്ചു. ഇടുക്കിയിൽ യുവാവ് കാൽവഴുതി കൊക്കയിൽ വീണ് മരിച്ചു. 6ാം മൈലിൽ ബസ്സിറങ്ങിയ യുവാവ് കാൽവഴുതി കൊക്കയിൽ വീണ് മരിച്ചു. യുവാവ് മദ്യലഹരിയിലായിരുന്നുവെന്നാണ് സംശയം. ഇന്നലെ രാത്രി 8:45-ഓടെയാണ് അപകടം സംഭവിച്ചത്. ബസ്സിറങ്ങിയ യുവാവ് കലിങ്കിൽ ഇരിക്കുകയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ഇയാളെ കാണാതായി. തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് ഇയാളെ കണ്ടെത്തിയത്. കലിങ്കിൽ നിന്ന് 20 മുതൽ 25 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് ഇയാൾ വീഴുകയായിരുന്നു. ഉടൻ നാട്ടുകാർ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു. ഇവരെത്തി യുവാവിനെ പുറത്തെടുത്തെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സുഹൃത്തിനെ കാണാനെത്തിയ ജർമ്മൻ പൗരൻ കോവളത്ത് വീടിനുള്ളിൽ മരിച്ച നിലയിൽ. വാടക വീട്ടിലെ ഹാളിൽ ജർമ്മൻ പൗരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആഴാകുളം തൊഴിച്ചിലിനടുത്താണ് സംഭവം. തൊഴിച്ചിൽ കുന്നത്തുവിളാകം ലക്ഷ്മി ഹൗസിൽ താമസിക്കുന്ന ജർമ്മൻ ദമ്പതികളെ കാണാനെത്തിയ ഗോർജ് കാളിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 48 വയസ്സായിരുന്നു. എന്നാൽ ഇവർ വിസ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ശ്രീലങ്കയിലാണ്. ഇവരെ കാണുന്നതിന് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഗോർജ് കോൾ ഇവിടെ എത്തിയത്. സുഹൃത്ത് വരുന്നുണ്ടെന്ന കാര്യം വീട്ടുടമയെ ദമ്പതികൾ ഫോണിൽ നേരത്തെ അറിയിച്ചിരുന്നു. തുടർന്ന് വെള്ളിയാഴ്ച വൈകിട്ടും ആളെ പുറത്ത് കണ്ടിരുന്നില്ല. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നടപടികൾക്ക് ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. ശ്രീലങ്കയിൽ പോയിരിക്കുന്ന സുഹൃത്തുക്കൾ എത്തിയതിനു ശേഷമാകും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക.